بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമുക്കെല്ലാവർക്കും സുഖവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 227 സൂറത്ത് ലഹബാണ് ഇതിലെടുക്കുന്നത്. തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്ന് പറയുന്ന സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. 5 ആയത്തുകൾ മാത്രമേ ഉള്ളൂ. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. 5 ആയത്തുകൾ. ഈ സൂറത്ത് അവതരിക്കുന്ന പശ്ചാത്തലം ആദ്യമായിട്ടൊന്ന് പറയാം. ഈ സൂറത്തിൽ അബൂലഹബിന്റെ അന്ത്യത്തെ സംബന്ധിച്ച് വിവരിക്കുന്നു. അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പമാരിൽ ഒരാളാണ്. പിതാവിന്റെ ജ്യേഷ്ഠന്മാരിൽപ്പെട്ട ഒരാളാണ്. നബിയുടെ വളരെ കഠിനമേറിയ ശത്രുത വെച്ച് പുലർത്തുന്ന ആളായിരുന്നു താനും തൻ്റെ ഭാര്യയും. ഭാര്യയുടെ പേര് ഉമ്മു ജമീൽ എന്നാണ്. ഹർബ് ബിൻ ഉമയ്യത്തിന്റെ മകളാണ് ഉമ്മു ജമീൽ. അബൂ സുഫിയാന്റെ സഹോദരിയുമാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ ശത്രുത വെച്ച് പുലർത്തുകയും അതനുസരിച്ചുള്ള പെരുമാറ്റങ്ങളും പരിഹാസങ്ങളും അഴിച്ചുവിടുകയും ആണ് ഇവരുടെ പതിവ്. അബൂലഹബ് തന്റെ ജോലിയെ ഒഴിവാക്കിക്കൊണ്ട് റസൂലിനെ പിന്തുടരുന്ന സ്വഭാവക്കാരനായിരുന്നു. റസൂൽ ദഅവത്തിനായി ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം റസൂലിന്റെ പിന്നാലെ പോയിക്കൊണ്ട് റസൂൽ പറഞ്ഞതിനെതിരായിട്ട് ആ സദസ്യരോട് പറയുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഏതെല്ലാം നിലയിൽ ജനങ്ങളെ ഇതിൽ നിന്ന് ഈ സത്യമതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിനെ തടയുന്ന പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് ചെയ്തു പോകുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് അവന് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. അവൻ നരകത്തിൽ പ്രവേശിക്കും, കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവൻ പ്രവേശിക്കും എന്ന് തന്നെ. ഈ ആയത്ത് ഇറങ്ങാനുള്ള പ്രധാന കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം കിട്ടി. അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന ആയത്ത്. ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്, നിന്റെ അടുത്ത കുടുംബക്കാരെ നിങ്ങൾ താക്കീത് ചെയ്യണം, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകണം. അൻദിർ അശീറത്തക്ക അൽ അഖ്റബീൻ, അടുത്ത കുടുംബക്കാർക്ക് താക്കീത് നൽകണം. അള്ളാഹുവിന്റെ ശിക്ഷ വരാനിരിക്കുന്നുണ്ട്, ആയതുകൊണ്ട് നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം എന്നുള്ള നിർദ്ദേശം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നു. ഈ ആയത്തനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബാദികളെ വിളിച്ചുകൂട്ടി. സഫാ പർവ്വതത്തിന്റെ മുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിളിച്ചുകൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുകയാണിപ്പോൾ, റഅയ്തക്കും ലൗ അഖ്ബർതുക്കും അന്ന ഖൈറൻ ബിൽ വാദി തുരീദു അൻ തുഗീറ അലൈക്കും അകുന്തും മുസദ്ദിഖീൻ.
ഒരു കുതിരപ്പടയാളികൾ, ഒരു കുതിരപ്പട ഈ താഴ്വരയിൽ നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് വാസ്തവമായിട്ട് അംഗീകരിക്കുമോ, അതല്ല ഞാൻ പറയുന്ന കളവാണോ എന്ന് ചിന്തിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുക. എല്ലാവരും ഒരുമിച്ച് കൂടിയ കുടുംബാദികൾ എല്ലാവരും കൂടിയിട്ടുണ്ട് അവിടെ. അപ്പൊ അവർ പറഞ്ഞു, നാം, ഞങ്ങൾ അംഗീകരിക്കും. ഖാലൂ നഅം മാ ജറബ്നാ അലൈക കിദ്ബ, ഞങ്ങൾ നിന്നെ സംബന്ധിച്ച് യാതൊരു കളവും പറയുന്ന ആളാണെന്ന് ഈ നേരം വരെ നിങ്ങൾക്ക് കേട്ടിട്ടില്ല. ആയതുകൊണ്ട് നീ പറഞ്ഞത് സത്യമായിട്ട് ഞങ്ങൾ അംഗീകരിക്കും എന്ന് അവർ നബിയോട് പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞ്, നിങ്ങൾക്ക് പിന്നെ നദീറുല്ലക്കും ബൈന അദാബിൻ ശദീദ്, വലിയ ശിക്ഷ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഈ നിലയിൽ നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷ വരും എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അബൂലഹബ് പറയാണ്, നിങ്ങളിപ്പോ ഈ വിഗ്രഹാരാധനയും മറ്റുമായിട്ട് ജീവിക്കുകയാണല്ലോ, ശരിയായ തൗഹീദ് നിങ്ങൾക്കില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ സത്യമതത്തിൽ നിന്ന് അകലെയാണ്, നിങ്ങൾ സ്വീകരിക്കുന്നില്ല, ഇസ്ലാം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വലിയ ശിക്ഷ വരാനിരിക്കുന്നുണ്ട്, താമസിയാതെ വരും എന്ന് ഇന്നി നദീറുല്ലക്കും ബൈന അദാബിൻ ശദീദ്. അപ്പൊ ഖാലലഹു അബൂലഹബ് പറഞ്ഞു നബിയോട്, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദ ജമാഅത്തന, ഞങ്ങളെ ഈ സഫയുടെ താഴ്വരയിൽ ഒരുമിച്ച് കൂട്ടിയത് ഇതിനാണോ? നിനക്ക് നാശം എന്ന് അബൂലഹബ് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല ഇറക്കി, തബ്ബത് യദാ അബീ ലഹബ്, തബ്ബൻ നാശം എന്ന് പറഞ്ഞതിന് നാശം, അബൂലഹബ് നശിച്ചു പോകട്ടെ എന്നുള്ള അർത്ഥം ജനിപ്പിക്കുന്ന സൂറത്ത് അല്ലാഹു തആല ഇറക്കി. അബൂലഹബിന്റെ ചെയ്തികൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. നബിയെ പിന്തുടരുക മാത്രമല്ല, നബി എവിടെ പോകുന്നു അവിടെ എല്ലാം പോകും. ഒരവസരത്തിൽ സൂഖുൽ മജാസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിനായി പോയപ്പോൾ, സൂഖുൽ മജാസ് എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റ് പ്ലേസ് ഉണ്ടായിരുന്നു. ആളുകൾ കൂടുന്നിടത്ത് ദഅവത്ത് നടത്തലാണ് നബിയുടെ പതിവ്. അപ്പൊ അങ്ങനെ സൂഖുൽ മജാസിൽ പോയി അവിടെ ദഅവത്ത് നടത്തി. നബി പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, എന്നാൽ നിങ്ങൾ വിജയിക്കും എന്നുള്ള സന്ദേശം അവർക്ക് കൊടുത്തു. ഉടനെ പിന്നിൽ നിന്നൊരാൾ പറയുന്ന, അയ്യുഹന്നാസ് ഇന്നഹു കദ്ദാബ് ഫലാ തുസദ്ദിഖൂ, ഇത് ജനങ്ങളെ നിങ്ങൾ ഇത് വിശ്വസിക്കരുത്, ഇവൻ പറഞ്ഞ് വിശ്വസിക്കരുത്, ഇവൻ കള്ളനാണ്, പറയുന്നത് കളവാണ്, ആയതുകൊണ്ട് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവര് കൂടിയുന്ന ആളുകൾ ചർച്ച ചെയ്താരാണ്. ചർച്ചയായപ്പോൾ സദസ്യര് മറുപടി കൊടുത്തു. ആദ്യം പറഞ്ഞത് മുഹമ്മദാണ്, മുഹമ്മദ് നബിയാണെന്ന് വിശ്വസിക്കുന്നു, പ്രവാചകനാണെന്ന്. പിന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മൂത്താപ്പയാണ്. മൂത്താപ്പ ഈ മുഹമ്മദ് പറഞ്ഞത് കളവാണെന്നും കള്ളനാണെന്നും വിശ്വസിക്കുന്നു ആര്യ മൂത്താപ്പ എന്നുള്ള കാര്യങ്ങൾ സദസ്യര് സംസാരിക്കുന്ന രംഗമായിരുന്നു. അപ്പൊ എവിടെ കൂടിയാലും എവിടെ ദഅവത്ത് നടത്തുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് നബി പറഞ്ഞതിനെതിരായിട്ട് സദസ്യരെ കൽപ്പിക്കുന്ന പതിവായിട്ട്, അങ്ങനെ നബിയോടുള്ള ശത്രുത അങ്ങേയറ്റം വളരെ വഷളാവുന്ന വിധത്തിലുള്ള ശത്രുതയായിരുന്നു. അപ്പൊ ഈ ശത്രുത വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറിയത് ജീവിതകാലം മുഴുവനും. അതിനായിട്ട് തന്റെ ജോലി ഒഴിവാക്കിയിട്ടായിരുന്നു
അബൂലഹബിന്റെ പ്രവർത്തനങ്ങൾ. ഇനി ഈ സൂറത്തിന്റെ ആയത്തുകൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂലഹബിന്റെ ഇരുകൈകളും നശിക്കട്ടെ. വതബ്, അത് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹലക്കത്ത് യഥാ ജാലിക ഷഖി അബീ ലഹബ്, ആ ഷഖിയായ ആ ദുഷ്ടനായ അബൂലഹബിന്റെ ഇരുകൈകളും നശിച്ചു പോകട്ടെ. വഖാബ വഖസിറ, അത് നശിച്ചു പോയിട്ടുണ്ട്. വദല്ല അമലു, അവന്റെ പ്രവർത്തനങ്ങളും എല്ലാം നശിച്ചു പോയി. വതബ്ബ എന്ന് പറഞ്ഞാൽ വഖദ ഹലക്ക, നശിച്ചു പോയിട്ടുണ്ട്. ആദ്യത്തത് പ്രാർത്ഥനയാണ്. 2 തബ്ബയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തബ്ബത്ത് യദാ അബീ ലഹബിൻ. ആദ്യത്തെ തബ്ബത്തിന് മീനിങ് ഒരു പ്രാർത്ഥനാ രൂപമാണ്, നശിക്കട്ടെ എന്നർത്ഥം. യദാ അബീ ലഹബിൻ, അബൂലഹബിന്റെ ഇരുകൈകളും. തബ്ബ, അത് നശിച്ചു പോയിട്ടുണ്ട്. രണ്ടാമത്തേതാണ് പ്രസ്താവന, വഖദ് ഹലക എന്നർത്ഥം. അബൂലഹബി എന്ന് പറയുന്നത് സ്ഥാനപ്പേരാ. ശരിയായ പേര് അബ്ദുൽ ഉസ്സയാണ്. അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുൽ ഉസ്സ. അബ്ദുൽ മുത്തലിബ് ബിൻ അബ്ദുൽ ഉസ്സ ഇബ്ൻ അബ്ദുൽ മുത്തലിബ് നബിയുടെ ഉപ്പാട് ജ്യേഷ്ഠനാണ്. ഇയാളുടെ ഭാര്യക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ല. ഉമ്മു ജമീൽ എന്നാണ് പേര്. അബൂ സുഫിയാന്റെ സഹോദരിയാണ്. രണ്ടുപേരും ഹർബ് ബിൻ ഉമയ്യത്താണ്. ബിന്ദു ഹർബ് ബിൻ ഉമയ്യ. ഹർബിന്റെ മകൾ ഉമ്മു ജമീലാണ്. ഹർബിന്റെ മകൻ അബൂ സുഫിയാൻ. അപ്പോൾ ഇവർ രണ്ടുപേരും അബൂ സുഫിയാന്റെ സഹോദരിയാണ് ഉമ്മു ജമീൽ. ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ശദീദുൽ അദാവത്തായിരുന്നു. ശക്തിയായ ശത്രുതയുള്ളവരായിരുന്നു. ഇവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കഠിനമായ ശത്രുത വെച്ച് പുലർത്തുന്ന വ്യക്തികളായിരുന്നു. ഒരവസരത്തിൽ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്ത്? അവളെ പറ്റി, അവളുടെ ഭർത്താവിനെ പറ്റിയും ഇറങ്ങിയ ഖുർആൻ ആയത്തിറങ്ങിയതിനെ സംബന്ധിച്ച് അവള് അറിഞ്ഞപ്പോൾ അവള് റസൂലിന്റെ അടുത്തേക്ക് വരിക. റസൂല് കാബയുടെ അടുത്തായിട്ട് ഇരിക്കുകയാണ്. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉണ്ട്. ഈ ഉമ്മു ജമീല് കയ്യിൽ ഒരു കല്ലും കൈപ്പിടിച്ചിട്ടാണ് വരുന്നത്. ആ കല്ലുകൊണ്ട് റസൂലിനെ കണ്ടു കഴിഞ്ഞാൽ കല്ല് കൊണ്ട് കുത്തിയിട്ട് വായിലെ പല്ലൊക്കെ കൊഴിക്കും എന്ന് പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിച്ചിട്ടാണ് അവൾ വരുന്നത്. അവള് റസൂലിനെ കാണുന്നില്ല. ആ കാഴ്ച അള്ളാഹു അവളിൽ നിന്ന് മറച്ചിരിക്കുക. അബൂബക്കറിനെ മാത്രമേ കാണുന്നുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ അവള് ചോദിച്ചു, നിങ്ങളുടെ സുഹൃത്ത് എവിടെ പോയി? ഞാൻ മുഹമ്മദിനെ കണ്ടിരുന്നുവെങ്കിൽ ഈ കല്ലുകൊണ്ട് കുത്തി അവന്റെ പല്ലെല്ലാം പൊട്ടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് അവള് അങ്ങോട്ട് പോവുകയും ചെയ്തു. പോയതിനു ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, നിങ്ങൾ കണ്ടില്ലേ പ്രവാചകര് അവളെ എന്ന് പറഞ്ഞപ്പോൾ ബസ്റഹ്മാനി, അവളുടെ കാഴ്ച എന്നിൽ നിന്ന് അള്ളാഹു തടുത്തു നിർത്തിയതാണ്. അവര് ഈ ഖുറൈശികള് റസൂലിനെ ചീത്ത പറയുകയും വളരെ പരിഹസിക്കുകയും ചെയ്യുന്നവരായിരുന്നല്ലോ. അവർക്കൊരു പേരുണ്ട്, അവര് വിളിക്കുന്ന ഒരു പേരുണ്ട് റസൂലിനെ, മുദമ്മം. മുഹമ്മദ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റാണ് മുദമ്മം എന്ന് പറഞ്ഞാൽ.
അതിൻ്റെ മീനിങ് ആക്ഷേപിക്കപ്പെട്ടവൻ എന്ന്. മുദമ്മം. ഇങ്ങനെ ഒരു മുദമ്മം എന്നുള്ള ഒരു ബെയ്ത്ത്, ഒരു പാട്ടും പാടിയിട്ട് അവിടെ സ്ഥലം വിടുകയാണ്. പിന്നെ അവിടെ നിന്ന് മുദമ്മമുൻ അസീന വ അംറുഹു അബൈന മുദമ്മമുൻ അസൈന വ അംറുഹു അബൈന വദീനുഹു ഖലീന. മുദമ്മമുൻ അസൈന, അവൻ മുദമ്മമാണ്, അത് റസൂല്. അസൈന, അവന് എതിര് പ്രവർത്തിക്കുന്നു ഞങ്ങൾ. വ അംറുഹു, അവന്റെ കൽപ്പന, അബൈന, ഞങ്ങൾ നിരസിക്കുന്നു. വദീനുഹു, അവന്റെ ദീനും, ഖലീന, അതിനെ ഞങ്ങൾ വെറുക്കുന്നു. ഇങ്ങനെ ഒരു പാട്ടും പാടിയിട്ടാണ് അവള് സ്ഥലം വിട്ടു. രണ്ടാമത്തെ ആയത്ത് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്ന ഉപകാരപ്പെട്ടില്ല. മാ അഗ്ന ഉപകാരപ്പെട്ടില്ല. അൻഹു അവന്, മാലുഹു അവൻ സമ്പാദിച്ച ധനം, വമാ കസബ് അവൻ സമ്പാദിച്ച മറ്റു കാര്യങ്ങളും. എന്ന് പറഞ്ഞാൽ ലം യുഫിദ്ഹു മാലുഹുല്ലദീ ജമഅഹു, അവൻ ശേഖരിച്ചു വെച്ച മുതലുകളൊന്നും അവന് ഫലം ചെയ്തില്ല. വലാ ജാഹുഹു അവന്റെ സ്ഥാനം, ഇസ്സുഹു അവന്റെ സ്ഥാനം തന്നെ, അല്ലദീ ഇക്തസബഹു അവൻ സമ്പാദിച്ചുണ്ടാക്കിയ സ്ഥാനങ്ങളും അവന്റെ സ്ഥാനമാനങ്ങളും ഇസ്സത്തും ഒന്നും തന്നെ അവന് ഫലം ചെയ്തില്ല എന്നർത്ഥം. വമാ കസബ എന്ന് പറഞ്ഞത് സന്താനങ്ങൾ ഉൾപ്പെടെയുള്ള അവന്റെ സമ്പാദ്യമെല്ലാം എല്ലാം നിഷ്ഫലമായി, ഒന്നും ഫലം ചെയ്തില്ല. അപ്പൊ മാഹുമാലുഹു അവൻ സമ്പാദിച്ച ധനമോ, മാ കസബ അവൻ സമ്പാദിച്ച മറ്റു കാര്യങ്ങളൊന്നും അവനൊരു ഉപകാരമുണ്ടായില്ല. അതുകൊണ്ട് ഈമാനിലേക്കും ഇസ്ലാമിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുമ്പോൾ ഒരവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ദഅ ഖൗമഹു ഇലൽ ഈമാൻ, ഈമാനിലേക്ക് വിളിച്ചപ്പോൾ, ദഅവത്ത് നടത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലഹബ് പറയാണ്, ഇൻകാന യഖൂലു ഇബ്നു അഖീ ഹഖൻ, എൻ്റെ സഹോദരപുത്രൻ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ. സഹോദരപുത്രൻ പറഞ്ഞത് എന്താ? ഈ സൂറത്തിറങ്ങിയ സൂറത്തിൽ പല കാര്യങ്ങളുണ്ടല്ലോ. അവൻ നരകാവകാശിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. തബ്ബത്തി യദാബി ലഹബിൻ, അവൻ നശിച്ചു പോട്ടെ, സയസ്ലാനാനന്ദാത്ത ലഹബിൻ എന്നെല്ലാം ഉണ്ട്. അപ്പൊ ഈ അങ്ങനെ നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ, അങ്ങനെ അത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും സഹോദരപുത്രൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് ഹക്കാണെങ്കിൽ ഞാൻ എൻ്റെ മക്കളെയും സമ്പാദ്യവും എല്ലാം നൽകിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടും. അതെല്ലാം പ്രായശ്ചിത്തമായി നൽകിയിട്ട് രക്ഷപ്പെടും എന്നാണ് അവൻ പറഞ്ഞത്. 3 പുത്രന്മാരുണ്ടായിരുന്നു അവന്. അവരുടെ പേര് ഉത്ബത്ത്, മുഅത്തിബ്, ഉത്തൈബ്. ഇവര് 2 പേര് മുസ്ലിമായിരുന്നു മക്ക ഫതഹിന്റെ ദിവസത്തിൽ. ഉത്ബത്തും മുഅത്തിബും ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. അവർ പിന്നീട് ഹുനൈൻ യുദ്ധത്തിൽ ഷഹീദായി. പിന്നെ ഉത്തൈബ എന്ന് പറയുന്ന 3-ാമത്തെ ആള് ഇസ്ലാം മതം വിശ്വസിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ നബിയുടെ അടുത്ത് ചെന്ന്
നബിയെ ബുദ്ധിമുട്ടിക്കും, വല്ലാതെ പരിഹസിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അവിടെ ചെന്നിട്ട് നബിയോട് പറഞ്ഞു, ഇന്നി കാഫിറുൻ, ഞാൻ അവിശ്വാസിയാണ്. നബിയുടെ മരുമകനാണ് കേട്ടോ. ഉമ്മു കുൽസുമിനെ വിവാഹം ചെയ്തയാളാണ് ഈ കക്ഷി. ഇന്നി കാഫിറുൻ ബിന്നജ്മി ഇദാ ഹവാ വബില്ലദി ദനാ ഫതദല്ല. സത്യം ചെയ്തിട്ടാ പറയണത്. ഖുർആൻ എന്നുള്ള ഒരു ആയത്ത് ഉൾപ്പെടെ അവന്റെ സംസാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇത് അബസ സൂറത്തിൽ, നജ്മ് സൂറത്തിലുള്ളതാ. വന്നജ്മി ഇദാ ഹവാ ദനാ ഫതദല്ല വകാബ ഖൗസൈനി വഅദ്ന എന്നൊക്കെ ഉള്ളത്. അതിൽ 2 ആയത്തുകൾ എടുത്തുകൊണ്ടാണ് അവന്റെ സംസാരം നബിയോട് പറയുന്നത്. അങ്ങനെ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട്, ഞാൻ കാഫിറാണെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മുന്നിൽ തുപ്പി. എന്നിട്ടോ ഉമ്മു കുൽസൂമിനെ തലാഖ് ചെല്ലുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് വിവാഹമോചനം നടത്തി. തള്ളക്കബിനത്തെ ഉമ്മു കുൽസൂം. അപ്പൊ ഇവന്റെ ഈ പെരുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കുകയും വളരെ ദേഷ്യം ഉണ്ടാക്കുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക്. പടച്ചവനെ, നിന്റെ നായകളിൽ ഒരു നായയെ കൊണ്ട് ഇവന് പകരം വീട്ടണം അല്ലാഹുവേ. ഫത്തവസഹുൽ അസദു. അങ്ങനെ ഇവനെ സിംഹം പിടിച്ച് ചിന്തുകയാണ്. പിന്നെ അബൂലഹബ് നശിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, അബൂലഹബിന്റെ നാശം, അബൂലഹബിന് ഈ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം 7ാമത്തെ രാത്രി ഒരു രോഗം പിടിപെട്ടു. പകർച്ചവ്യാധി ആയിരുന്നു. അദസ എന്നാണ് ആ രോഗത്തിന്റെ അറബി നെയിം. താവൂൻ, വസൂരി പോലെയുള്ള പകർച്ചവ്യാധി. അങ്ങനെ മരണപ്പെട്ട് 3 ദിവസം ഡെഡ് ബോഡി അവിടെ കിടന്നു. ദുർഗന്ധം ശക്തിയായി. അങ്ങനെ ആളുകൾ അറിഞ്ഞാൽ വഷളല്ലേ എന്ന് വെച്ചുകൊണ്ട് അവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് കുഴിയിലേക്ക് ഒരു മരക്കഷ്ണം ഉപയോഗിച്ച് തട്ടിമാറ്റി. അങ്ങനെയാണ് അവന്റെ ഖബറടക്കം ഉണ്ടായത്. ആർക്കും അടുക്കാൻ കഴിയാത്ത വിധത്തിൽ ദുർഗന്ധവും അതുപോലെ തന്നെ പിന്നെ താവൂന്. അപ്പോൾ ശരിക്ക് ഖുർആൻ പറഞ്ഞതുപോലെയുള്ള അന്ത്യമാണ് അവനുണ്ടായത്. എന്നിട്ട് ആളിക്കത്തുന്ന അഗ്നിയിലേക്ക് അഗ്നിയിൽ പ്രവേശിക്കും. തീർച്ചയായും അവൻ പിറകെ പ്രവേശിക്കും. നാരൻ, നരകത്തിൽ, അതല്ലെങ്കിൽ അഗ്നിയിൽ. ലഹബ്യൻ, ആളിക്കത്തുന്ന നരകത്തിൽ അല്ലെങ്കിൽ ആളിക്കത്തുന്ന അഗ്നിയിൽ അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യും. നാറൻ ഹാമിയ, ഭയങ്കര ചൂടുള്ള അഗ്നിയിൽ അവൻ പ്രവേശിക്കും. നദിയും, വല്ലാതെ ആളിക്കത്തുന്ന നരകത്തിൽ. വലിയ നാറു ജഹന്നം, അത് ജഹന്നമിന്റെ അഗ്നിയാണ്. അപ്പൊ ജഹന്നം എന്നുള്ള നരകത്തിന്റെ അഗ്നിയിൽ അവൻ പ്രവേശിക്കും. വംറാത്തുഹു, അവന്റെ ഭാര്യയും പ്രവേശിക്കും. ഹമ്മാലത്തുൽ ഹത്തബി, വിറക് ചുമട്ടുകാരിയായ ഭാര്യയും നരകത്തിൽ പ്രവേശിക്കും. സതദ്ഖുലുനാറ ജഹന്നമ ഇംറഅത്തുഹുൽ ഔറാ, അവന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒറ്റക്കണ്ണുള്ളതായ ഭാര്യയും ജഹന്നമിന്റെ നരകത്തിൽ പ്രവേശിക്കും. അവളുടെ പേര് ഉമ്മു ജമീൽ എന്നാണ്. അല്ലത്തി കാനത്ത് തംശി ബിന്നമീമ ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയ്ക്ക് ഏഷണയുണ്ടാക്കിയിട്ട് നടക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു ഉമ്മു ജമീൽ. ബൈനഹും നാറുൽ അദാവ ശത്രുതയും വിദ്വേഷവും വെച്ച് പുലർത്തുകയും അതിനെ ജനങ്ങളുടെ ഇടയ്ക്ക്
ഉണ്ടാക്കുവാനും വേണ്ടി ശ്രമിക്കുന്നവളായിരുന്നു. മുള്ളൻകെട്ട് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ കുറച്ചും കൂടി നല്ലത്. മുള്ള് ശേഖരിച്ചുകൊണ്ട് ആ മുള്ള് നശറഹ ഫി തരീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുള്ള് ശേഖരിച്ചു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്ന വഴിയിൽ ഇടുക പതിവായിരുന്നു രാത്രി സമയത്ത്. എന്തിനാ? നബിയെ ശല്യം ചെയ്യാൻ അത് ചെയ്യുന്ന ആളായിരുന്നു. കാരണം തംഷി ഭിന്നമീമെത്തി ബൈനന്നാസ് ലതുഫ്സിദ ബൈനഹും, ആളുകളുടെ ഇടയ്ക്ക് ഏഷണി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ജനങ്ങളെ ഫസാദാക്കുന്നവളും ആയിരുന്നു. ഈ ജീതിഹ, അവളുടെ കഴുത്തിലുണ്ട് ഹബലുൻ, ഒരു കയറ്, മിൻ മസദിൻ, ഈത്തപ്പനയുടെ നാരുകൊണ്ട് നന്നായി പിരിച്ചെടുത്ത ഒരു കയറുണ്ട് അവളുടെ കഴുത്തിൽ. ഫീ ജീതിഹ, അവളുടെ കഴുത്തിൽ ഹബലുൻ, ഒരു കയറുണ്ട്, മിൻ മസദിൻ, ഈത്തപ്പനയുടെ നാരുകൊണ്ട് പിരിച്ചുണ്ടാക്കിയ കയർ. ഫീ ഉനുഖിഹ, ജയ്ദ് എന്ന് പറഞ്ഞാൽ ഉനുഖ് എന്നർത്ഥം, അവരുടെ കഴുത്തിൽ ഹബലുൻ, ഒരു കയറുണ്ട്, മിൻ ലീഫിൻ. ഖാല ഇബ്നുൽ മുസയ്യിബ് കാനത്ത് ലഹ ഖലാദ ഫാഖിറ, അവൾക്ക് നല്ലൊരു മാലയുണ്ടായിരുന്നു. ഇബ്നുൽ മുസയ്യിബ് പറയുന്നത് മിൻ ജൗഹരിൻ, രത്നത്തിന്റെ ഒരു മാല. കാലത്ത് അവൾ പറയാണ് വല്ലാത്തി, ലാത്തയെ തന്നെ സത്യം, ഉസ്സയെ തന്നെ സത്യം, ലൗൻഫിഖന്നഹ, ഈ മാലയ്ക്ക് കിട്ടുന്ന സംഖ്യ മുഴുവൻ ഞാൻ ചെലവഴിക്കും, ഫി അദാവത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനോടുള്ള ശത്രുതയിൽ, മുഹമ്മദിനോടുള്ള ശത്രുതയിൽ ഇതിന് വിറ്റ് കിട്ടുന്ന ധനം മുഴുവൻ ഞാൻ ചെലവഴിക്കും എന്ന് വീരവാദം മുഴക്കിയിരുന്നവളാണ് അവൾ. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ഫഅഖബഹു മിൻഹ ഹബലൻ ഫി ജീദിഹ മിൻ മസദിന്നാർ, നരകത്തില് ഒരു മാല അവൾക്ക് സമ്മാനിച്ചു. ഇതിന്റെ അനന്തരഫലമായിട്ട് എന്തുണ്ടായി? അഖബഹല്ലാഹു, അള്ളാഹു തആല അവൾക്ക് നൽകി, മിൻഹ, ഈ നരകത്തിൽ നിന്ന്, ഹബലൻ, ഒരു കയറ്, ഫി ജീദിഹ, അവളുടെ കഴുത്തിൽ, മിൻ മസദിന്നാർ, നരകത്തിന്റെ കയറിൽ നിന്ന് ഒരു കയറ് അവൾക്ക്, അഗ്നിയുടേതായ ഒരു കയറ് അവൾക്ക് അവളുടെ കഴുത്തിൽ, മാലയ്ക്ക് പകരം ഒരു കഴുത്തിലിടാനുള്ള ഒരു ഉപകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് നൽകി. അപ്പൊ ഇത്രയും ആണ് ഈ 5 ആയത്തുകള്. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.